ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം അതിൽ ഇതേ ശ്രദ്ധിക്കണോ. സലാഡ് രാവിലെ എല്ലാ ഭക്ഷണത്തിൻ്റെ മുമ്പ് ഒരു പ്ലേറ്റ് സലാഡ് കഴിക്കുക. ഒന്ന് ഓഫാക്കി സലാഡ് കഴിച്ചാൽ മതി. ഷുഗറിൽ ഞാനൊരു പ്രധാന വിഷയം മാത്രം പറഞ്ഞുതരാം. വയറിൽ നമ്മുടെ വയറിൻ്റെ ഒരു കാര്യം ഖുർആനിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ രണ്ട് കൈയും താഴെ വയറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് മനസ്സിലാക്കണം. ഡോക്ടർ നസീമാബാദി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധമായി അവതരിപ്പിച്ചതിൽ വരെ എഴുതി വെച്ച കാര്യമാണ് പറഞ്ഞത്. ഈ രണ്ട് കഴിയും നമ്മുടെ അടിവയർ പൊക്കിളിനോട് ചേർന്നിട്ട് നാഭി വരെയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന പ്രാർത്ഥന 40 തവണ ഒരു ദിവസം നിർവഹിക്കാൻ കഴിയുന്നവർക്ക് സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റിന് കഴിവുണ്ടായിത്തീരും, തിരിച്ചു വരും. ഭയങ്കര അത്ഭുതമാണത്. എന്നതുപോലെ സ്വസ്ഥമായിട്ട് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നന്നായി ബ്രീത്തിങ് ചെയ്തവർക്ക് എൻവിയോൺമെൻ്റൽ അമിനോ ആസിഡ്, ഷുഗർ രോഗികൾക്ക് ഏറ്റവും ആവശ്യമുള്ള അമിനോ ആസിഡുകളിൽ ഏറ്റവും ഗുണമുള്ളതാണ് എൻവിയോൺമെൻ്റൽ അമിനോ ആസിഡ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡുകൾ, ഭക്ഷണത്തിൽ നിന്ന് അമിനോ ആസിഡ് കിട്ടുന്നുണ്ട്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നന്നായി ബ്രീത്തിങ് ചെയ്യുക, നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് പോയിട്ട് ഇത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുക. കുന്ന് കയറി ഇറങ്ങുക, ഡെയിലി എല്ലാ ദിവസവും ഒരേ സമയത്ത് കുന്ന് കയറി ഇറങ്ങുക. ഇവിടെ കുന്ന് കിട്ടൂല, സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി. ചില പഴയ ബിൽഡിങ്ങിനൊക്കെ എത്രയോ സ്റ്റെപ്പ്. പക്ഷെ എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം, എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം, ഒരേ ടൈമിൽ ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും 10 മിനിറ്റ്. ഷുഗർ രോഗികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടൈം, അളവ്, ഇത് രണ്ടും എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാ ദിവസവും 100 ഗ്രാമാണ് ഭക്ഷണം കഴിക്കുന്നത്, എല്ലാ ദിവസവും 100 തന്നെ. എല്ലാ ദിവസവും 10 മിനിറ്റാണ് നടക്കുന്നത്, 10 മിനിറ്റ് തന്നെ. പിന്നെ പകൽ ഉറങ്ങുന്നവർക്ക് ഷുഗർ കൺട്രോൾ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈലൂലത്തിൻ്റെ സമയത്ത് ഉറങ്ങാം, അത് തഹജ്ജുദ് നിസ്കരിച്ചവർക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രാത്രി ഡ്യൂട്ടിയാണ്, ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കും മറുപടിയൊന്നുമില്ല. ഞാൻ എന്താ പറയുക, രാത്രി എനിക്ക് ഡ്യൂട്ടിയാണ്, പകല ഉറങ്ങാൻ കിട്ടുന്ന സമയം ഞാൻ എന്തായാലും മറുപടി പറയാം. കമ്പനിൻ്റെ മുതലാളിനൊന്ന് കാണിച്ചേരി എന്ന് പറയേണ്ടി വരും, വേറെ വകുപ്പൊന്നുമില്ല. ഏതായാലും പകൽ ഉറങ്ങാൻ പറ്റുന്ന സമയം തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് കൈലൂലത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പകൽ ഉറങ്ങുന്നവർക്ക് ഈ പാങ്ക്രിയാസിൻ്റെ സെല്ലുകൾ കൂടുതൽ ഡെഡാവും, ഷുഗറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. ഈ റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ പറ്റും. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഷായ് അഹ്ലറിൽ ഗ്രീൻ ടീയിൽ 1/4 ടീസ്പൂൺ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ആഡ് ചെയ്ത് രാവിലെയും രാത്രിയും കഴിക്കുക. പിന്നെ ബേക്കിംഗ് ഫുഡുകൾ ഒഴിവാക്കുക, വലിയ മീൻ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യം. കപ്പ, പിന്നെ എപ്പോഴും മാങ്ങ കഴിക്കണതൊക്കെ ഒഴിവാക്കുക. പപ്പായ നല്ലതാണ്, പഴുത്ത പേരക്ക നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ടയിലേക്ക് വന്നാൽ നല്ല രൂപത്തിൽ ഷുഗർ രോഗികൾക്ക് ആശ്വാസം കിട്ടും. അള്ളാഹു എളുപ്പത്തിൽ ശിഫ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഹിജാമ ഫലപ്രദമാണെന്ന് വെച്ചാൽ തീർച്ചയായും ഫലപ്രദമാണ്. അറിയാവുന്നവർ ചെയ്താൽ തീർച്ചയായും ഫലപ്രദമാണ്. ചെയ്യുന്നവർ സുബിഹ് ഖളാ ആക്കാൻ പാടില്ല എന്നൊക്കെ ഷർത്തുണ്ട്. അങ്ങനെ ഒരുപാട് ചിട്ടകളൊക്കെ പാലിച്ച ഒരാൾ ചെയ്യുന്ന ഹിജാമക്ക് നല്ല ഫലമുണ്ട്. പ്രത്യേകിച്ചും ചെവിയുടെ താഴെ അഹ്ദഈൻ എന്നാണ് കിതാബുകളിൽ കാണുന്നത്. ഇത് സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ഭാഗം. ഇവിടെയും വലത്തെ കൈയിൻ്റെ ഈ ഇവിടെ എന്താ പറയുക, ചട്ടുകം പോലത്തെ ഈ സാധനമില്ലേ, അതിനോട് ചേർന്ന നട്ടലിൻ്റെ ഭാഗത്ത് ഒരു കപ്പ്, ഇവിടെ 2 സ്ഥലത്ത് കപ്പ് വെച്ച് ഒരു 6 മാസത്തിലൊരിക്കലോ 4 മാസത്തിലൊരിക്കലോ ഹിജാമ ചെയ്യുന്നത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കും. അത്രയല്ലേ ഇപ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ ഹൃദ്രോഗത്തെ എങ്ങനെ തടയാൻ പറ്റും? നല്ല ചോദ്യമാണ്, കുറേ നേരം ഉത്തരം പറയേണ്ട ചോദ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നതുപോലെ പിന്നെ എന്താണ്, ഖുർആനികമായി പറഞ്ഞാൽ അലം നശ്റഹ് സൂറത്ത് മഗ്രിബിന് ശേഷം ഓതുന്നത് ഹൃദയത്തെ ശക്തിയുള്ളതാക്കി തീർക്കും. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ എന്ന സൂറത്ത് ഒരു തവണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് എവിടെയാണെങ്കിലും, നിങ്ങൾ റൂമിലല്ലേ, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്തു തീൻ ഓതുന്നത് പിറ്റേ ദിവസം ആ നേരം വരെ ഒരു രോഗവും വരാതെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ വാക്സിനേഷനാണ്. ആത്മീയമായ ഒരു തരം കുത്തിവെപ്പാണ്. ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, അങ്ങനെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ പിന്നെന്താണ്, ഞാൻ പറഞ്ഞു ഹൃദയത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞു. അജുവ പറഞ്ഞു, ഈത്തപ്പഴം പറഞ്ഞു, നേന്ത്രപ്പഴം പറഞ്ഞു, പാല് പറഞ്ഞു. ഇതൊക്കെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ധാന്യങ്ങൾ, ഇലക്കറികൾ, ചെറിയ മത്സ്യത്തിൻ്റെ മുള്ള് സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വിശദീകരിക്കാത്തത്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അപ്പോൾ പറയാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ പറ്റും. ഏറ്റവും പ്രധാനം, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം ഏറ്റവും പവർഫുൾ ഹൃദയമായിരിക്കും. ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഹൃദയം ആരതാണെന്ന് കണ്ടെത്താൻ വേണ്ടി യൂറോപ്യന്മാർ നടത്തിയ പഠനത്തിൽ അവർ അവസാനം എഴുതി വെച്ച പേര് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിൻ്റെ കാരണം പറഞ്ഞത് ഫോർഗീവ് മൈൻഡ്, വിട്ടുവീഴ്ച മനസ്സ്, ആരോട് പകയില്ലാത്ത മനസ്സ്. അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ.
പിന്നെ സന്താന ഭാഗ്യത്തിന്